ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല വെയിലും ചൂടും ഒക്കെയുള്ള ദിവസമായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാവുന്ന ചൂട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ഇന്ന് നമ്മുടെ തോമുവിൻ്റെ ബബിൾസിലത്തെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. നാളെ തൊട്ട് പുതിയ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങനെ ദേ രാവിലെ അവരിറങ്ങി. അപ്പോൾ ദേ അപ്പാപ്പൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ ചാക്കോച്ചൻ ടി വി കാണാണ് കേട്ടോ. അവൻ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എല്ലാവരുടെയും കഴിഞ്ഞു. അങ്ങനെ ഗോതമ്പ് ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കേണ്ട ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതിന് വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ കുറച്ച് കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ്. അപ്പോൾ ഇത് എല്ലാത്തിൽ നിന്നും ഓരോന്നെടുത്തിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ ഞാൻ വേഗം രാവിലെ തന്നെ ഒരുക്കി ഡാഡിയുടെ കയ്യിൽ കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ ചില തൊട്ടടുത്ത് നമ്മൾ പരിചയമുള്ള വല്ല ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടികളുണ്ടെങ്കിൽ നമ്മളത് നേരിട്ട് കൊണ്ടു കൊടുക്കുക ചെയ്യുക. പോസ്റ്റ് ചെയ്ത് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടുകാർക്കല്ല കേട്ടോ പറയണത്. അപ്പോൾ അങ്ങനെ അതെ ഈ വളകളൊക്കെ 2 അപ്പോൾ 2 കളക്ഷനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ആരൊക്കെയോ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ. പേളും റൂബിയും കൂടി ഉണ്ട് വന്നു. അപ്പോൾ ആ ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുണ്ട്, പക്ഷേ വലിയ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. 2.10 തോന്നുന്നുണ്ടുള്ളത്. അങ്ങനെ അത്യാവശ്യം ആ സാധനങ്ങളൊക്കെ കൊടുത്തയച്ച് ബാക്കിയുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അടുക്കളയിലേക്ക് കടന്നു. അപ്പോൾ ഓൾറെഡി ഡിവൈൻ എല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇഡ്ഡലിക്കുള്ള മാവ് അരയ്ക്കാനുള്ളത് ഇട്ടേക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് തിളപ്പിച്ചൂറ്റാനായിട്ട് വെച്ചു. പഴയ ചോറ്, പഴയതെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഷുഗറുള്ളപ്പോൾ തിളപ്പിച്ചൂറ്റിയ ചോറാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറ് കുറച്ച് കൂടുതൽ വെച്ചിട്ട് ബാക്കി തിളപ്പിച്ചൂറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലത്തെ കറികളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ കറി എടുത്ത് ഞാൻ ഡാഡിക്ക് കൊടുത്തിരുന്നു. ചൊവ്വാഴ്ചയിൽ അപ്പോൾ ഞാൻ കൂട്ടിയില്ല കേട്ടോ. ഡിവൈനും കൂട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി ഞാൻ നമ്മുടെ ചോട്ടുവിൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആളെ കൊണ്ടുവന്ന് ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നടക്കണില്ല. ദിവസങ്ങൾ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 പേരും ഒന്നിച്ച് നിന്ന് വെട്ടുമ്പോഴേക്ക് അവന് ഭയങ്കര ബഹളമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പോയിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഉച്ചയിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. 2:45 ഫ്രീ ആയിട്ടോ. അങ്ങനെ ഞാൻ ഇവർ വെട്ടിയതിന് ശേഷമാണ് കേട്ടോ കാണിക്കണേ. കാരണം വെട്ടണതിന് മുമ്പ് അവൻ കൂട്ടാക്കിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇതാവില്ല എന്ന് വിചാരിച്ചിട്ട് വെട്ടണതും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ കണ്ടോ ചോട്ടു കുട്ടപ്പനായിട്ട് നിൽക്കണുണ്ടോ. കുറച്ചൊക്കെ വെട്ടാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോഴേക്കും അവരെ ഇട്ടിട്ട് അങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. അപ്പോൾ ഇവളിതേ സുന്ദരിയായിട്ടിരിക്കണം. ചിന്തുവിനെ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. ചിന്തു എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കുറേ ഫറുള്ള ടൈപ്പല്ല. കിയ നല്ല ഭംഗിയുള്ള ഫറ്. ഇപ്പോൾ ചോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്തുവിൻ്റെ പോലെ നിറച്ച് ഹെയറാണ് കേട്ടോ അവന്. അങ്ങനെ തോമു വന്നതിന് ശേഷം അപ്പാപ്പൻ പുറത്തേക്കൊന്ന് പോയിട്ടാണ്. തോമുവിന് ഇന്ന് ലാസ്റ്റ് ഡേ കാരണം അപ്പയും അമ്മയും കൂടി പോയിട്ടാണ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തിരുന്നു. അപ്പോൾ തോമുവിന് എന്നിട്ട് തൂത്ത് വരാൻ വേണ്ടി ചൂല് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കുട്ടികൾക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് ബാത്റൂം കഴുകണ ബ്രഷൊന്നും അല്ല കേട്ടോ. പ്രത്യേകം അത് പറയുകയാണ്. അവർക്ക് നമ്മൾ മിറ്റടിക്കാൻ നിൽക്കുമ്പോൾ ഒപ്പം നിൽക്കും. അപ്പോൾ അവർക്ക് ചൂലാകുമ്പോൾ അത് കൈമേ കുത്തിക്കയറണ്ട വെച്ചിട്ട് ഇങ്ങനെ ഒരെണ്ണം പുറത്തെടുത്ത് വെച്ചിരിക്കണതാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അതാ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സൈഡിലൊന്ന് നനയ്ക്കാം. ഞാൻ അങ്ങോട്ട് നനയ്ക്കാൻ പോയതും നമ്മുടെ തോമുന് വെള്ളത്തിൻ്റെ ആളാണ്. അപ്പോൾ ഞാനിവിടെ നനച്ച് വരുമ്പോഴേക്കും മൂപ്പര് ഇവിടെ ടാപ്പ് തുറന്ന് കളി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കൂടുതൽ നനച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അങ്ങനെ ഞാനിവിടെ മുകളിൽ ചട്ടിയിലൊക്കെ നനച്ചപ്പോൾ മൂപ്പര് താഴെ വന്ന് ആ ബനിയനൊക്കെ നനച്ചു. അപ്പോൾ ഞാൻ അകത്ത് കയറി വന്ന് അപ്പോൾ ഡിവൈൻ കിച്ചണിൽ പണിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളുടെ കൂടെ ഇവിടെ അകത്തേക്ക് ഇരുന്നു. അപ്പോൾ അപ്പനും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെ അവിടെ ഇരുന്നു. അപ്പോൾ അവൻ്റെ കളിയും വർത്താനവും എന്താ വർത്താനം എന്നറിയോ തോമു. അപ്പോൾ എനിക്കതിങ്ങനെ മ്യൂട്ട് ചെയ്യാണ്ട് പറയാനറിയില്ല. പിന്നെ ഡിവൈൻ്റെ ചാനലിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അവൻ്റെ സംഭാഷണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ ചാക്കോച്ചനെ ചിരിപ്പിക്കണതാട്ടോ. ചാക്കോച്ചൻ ഇങ്ങനെ കടകടകടാന്നുള്ള ചിരിയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം, എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം ഞങ്ങളവിടെ ഇരുന്നു തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്കും അപ്പാപ്പൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പാപ്പൻ്റെ കൂടെ കുറച്ച് നേരം അത് കഴിഞ്ഞ് ഞാൻ അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് പുറത്തേക്ക് പോയി. ആ ഗ്യാപ്പാണ് കേട്ടോ. ഞാൻ ശരിക്കും ഒരു 6-7 സന്ധ്യ ആവണ സമയം കണക്കാക്കിയിട്ടാണ് അവർക്ക് ഞാൻ ഫുഡ് കൊടുക്കുക. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇറച്ചി കൊടുക്കും. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞാൻ എൻ്റെ പണിയിലേക്കിരുന്നു. അപ്പോൾ ഡിവൈൻ കിച്ചണിലുണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാച്ചുമില്ലാത്ത കാരണം ഒരു അനക്കവും ഇല്ല വീട്ടിൽ. പിന്നെ അപ്പം നമ്മളെ ഇതേ പരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ എനിക്ക് ഹായ് അയച്ചിട്ട് ഞാൻ അവരെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യുക മീൻസ് കോൺടാക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഡ്രീം കളക്ഷൻസിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പൊന്നുമില്ല കേട്ടോ. കുറേ കുട്ടികൾ അങ്ങനെ ചോദിച്ചായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക ഗ്രൂപ്പൊന്നുമില്ല. നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് സേവ് ചെയ്യും, കോൺടാക്റ്റ് സേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാം, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് അങ്ങനെ ഗ്രൂപ്പും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ കുറേ കുട്ടികൾ റീസെല്ലിങ്ങിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ അയച്ചിട്ടുള്ള റീസെല്ലിങ്ങും നമ്മൾ ചെയ്യണില്ല കേട്ടോ. നമ്മളുടെ കയ്യിൽ നിന്ന് കുറേശ്ശെ അവരുടെ കാശുള്ള അനുസരിച്ച് കൊണ്ടുപോകും, അത് സെല്ല് ചെയ്യും എന്നല്ലാണ്ട് ഇങ്ങനെ ഫോട്ടോ കാണിച്ചിട്ടുള്ള സംഭവമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോട്ടോ അവർ കാണിച്ച് അവർ പേയ്മെൻറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മളോട് ചോദിക്കുമ്പോഴും ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ആ സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള റീസെല്ലിംഗ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾ ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ആൻറ്റി തുറന്ന് അത് പറയണത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ശരിക്കും ഓണം വരുന്നതിൻ്റെ മുമ്പ്, വിഷു കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ് കേട്ടോ. അപ്പോൾ ഓണം വരിയായി. അപ്പോൾ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിന്ദുസ് മാത്രമാണ് പാലയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ധാരണയായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യണ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ആണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ ചിലതിലൊക്കെ ലക്ഷ്മിയുണ്ട്, അല്ലാത്തതൊക്കെ ഇതൊന്നും കണ്ടോ ഒന്നുമില്ല. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിൽ ഇടാം. അതുപോലെ ഇത് പാലക്കയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ പറയും 5 കട്ട. ഇത് നമ്മൾ കട്ട കണക്കാണ് കേട്ടോ. നമ്മൾ മാലകൾ പറയുമ്പോൾ പാലക്കയുടെ മാലയ്ക്ക് എന്താ വില എന്നൊക്കെ ചോദിക്കും ചില കുട്ടികൾ. അപ്പം ഞാൻ അങ്ങോട്ട് പറയും, മക്കളെ കട്ടയ്ക്കാണ് വില. അതായത് ഒരു സൈഡിൽ എത്ര കട്ട വേണം അതനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ സാധാരണ മാല, ഇത് ഇങ്ങനത്തെ തന്നെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു കട്ടയ്ക്ക് അനുസരിച്ചാണ് വില. അപ്പോൾ അത് ഞാൻ തിരിച്ച് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇനിയും അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ചില കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്യും, ആൻറ്റി എനിക്ക് പാലക്കയുടെ മാല വേണം, ഒന്ന് കാണിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് കാണിക്കും എന്നുള്ള ഇതിൽ നിൽക്കും. അപ്പോൾ ഞാൻ കുട്ടികളോട് തിരിച്ച് പറയട്ടോ, മക്കളെ ഇങ്ങനെയാണ് പാലക്കയുടെ മാല എന്ന് പറയുമ്പോൾ ഒന്നല്ല, പാലക്ക എന്നുദ്ദേശിക്കുന്നത് ആ ഒരു ഈ കാണുന്ന പച്ച ആ ഒരു ഇതിനാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കട്ട കണക്കാണ്. ഇതിപ്പോൾ 4+1 അങ്ങനെയാണ് പറയുക. അപ്പോൾ 4 +1 അങ്ങനെ 8 കട്ട, അല്ലെങ്കിൽ ഒന്നുകിൽ 4 കട്ട എന്ന് പറയാം, അല്ലെങ്കിൽ 4+4 എന്ന് പറയും. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പറയാം കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള പെൻഡൻറ്റുകളാണ് കേട്ടോ. പെൻഡൻ്റ് അല്ല, നെക്ലസ്സാണ് ശരിക്കും. എന്താ പറയുക, ഇപ്പോൾ ഒക്കെ ഈ ചുരിദാർ ഇടുന്ന കുട്ടികൾക്ക് ആയതുകൊണ്ടൊക്കെ ലെങ്ത്ത് കുറവിലാണ് വരുന്നത്. ശരിക്കും ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ മുകളിൽ ആ നെക്കിൻ്റെ താഴെ കിടക്കും, അല്ലെങ്കിൽ മുകളിലേക്ക് ഇടാം, അങ്ങനെയാണ്. ഇത് ഫുൾ ലക്ഷ്മിയുടെ കോയിനായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ. അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട് കേട്ടോ. ഓരോ മാലയും നിങ്ങൾക്ക് കണ്ടറിയാം, എല്ലാത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇത് കണ്ടു, ഇത് നീല, ഇത് വെറുതെ ഒരു വട്ടം. അപ്പോൾ ചിലതിൻ്റെയൊക്കെ ഇത് തന്നെ സെയിം നമ്മുടെ കയ്യിൽ കമ്മലും ഉണ്ടാവും, പിന്നെ വളയുണ്ടാവും, പിന്നെ മോതിരങ്ങളുണ്ടാവും കേട്ടോ, സെയിം ഡിസൈനിൽ. അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിൽ ഓണാവാൻ കാത്തിരിക്കേണ്ട, നിങ്ങൾ എന്താ പറയുക, ഓർഡർ ചെയ്തോ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്തോട്ടോ, അവസാനത്തേക്ക് നിൽക്കണ്ട. കാരണം ആ സമയമാകുമ്പോഴേക്കും എന്താ പറയുക, പെട്ട വിലയാവും, നമ്മൾ വിചാരിച്ച സാധനം കിട്ടില്ല. പിന്നെ ഇഷ്ടമില്ലാത്ത ഒരെണ്ണം വാങ്ങി കുറേ കാശ് കൊടുത്ത് വാങ്ങിയിടേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇപ്പോഴേ നമ്മൾ പറയില്ലേ, കുറേ ആ അറ്റ സമയത്ത് അന്വേഷിക്കാണ്ട് കുറച്ച് മുമ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു സമാധാനമാണ്. അപ്പോൾ അങ്ങനെ ഇതേ ആ ഡംബൽസിൻ്റെ ബോളാണ് കണ്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളുടെ കയ്യിൽ വളയുണ്ട്, കമ്മലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ജിമിക്കിക്ക് വേണമെങ്കിൽ സ്റ്റഡ് അതിട്ടിട്ട് സാധാരണ ഗോൾഡൻ ജിമിക്ക് വേണമെങ്കിൽ ഇടാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക സെറ്റാക്കി ഇടണത്. അപ്പോൾ ഞാൻ ഒരുവിധം കുട്ടികൾക്കൊക്കെ പറയുമ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് പാലയ്ക്കൊന്നുമില്ല, വെറുതെ ഒരു ലക്ഷ്മിയുടെ ഒരു മാല. ലക്ഷ്മി കൃഷ്ണനും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ലക്ഷ്മിയാണ്. അപ്പോൾ അങ്ങനെ വെറുതെ ഗോൾഡനാണത് കണ്ടോ. എന്നാലും അതിനൊരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ. ഇത് ഇപ്പോൾ ലക്ഷ്മിയുടെ ഒരു സ്ക്വയർ ലോക്കറ്റാണ്. അങ്ങനെ എല്ലാതും അതെ, ഒന്നിനൊന്ന് കാണാൻ നല്ല ഭംഗിയായി. ഫോട്ടോയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനാണ് ഈ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷനൊന്നും അതിനുണ്ടാവില്ല. എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. മുമ്പൊക്കെ വെച്ചാൽ കുട്ടികളൊക്കെ എടുത്തരാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്കും ഈ കുട്ടികളും ഇതൊക്കെ ആയ കാരണം അവർക്കും അതിനുള്ള നേരം കിട്ടില്ല. പിന്നെ ഇതിന് വേണ്ടി ഒരു നേരം മാറ്റി വയ്ക്കണം. അപ്പം ഞാനാകുമ്പോൾ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനതങ്ങോട്ട് ഏറ്റെടുത്താൽ നിങ്ങൾക്കറിയാലോ,
ആൻറ്റിയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഒരു 57 വയസ്സുകാരിക്ക് എടുക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടമായി, ആൻറ്റി എനിക്കിത് വേണമെങ്കിൽ മാത്രം കേട്ടോ, വെറുതെ കാണാൻ വേണ്ടി ചോദിക്കായിരിക്കും. ഇതെനിക്കിഷ്ടമായി, അപ്പോൾ ഞാനിത് വാങ്ങിക്കണം. അപ്പോൾ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും നമുക്ക് വാങ്ങിക്കാൻ പോണ ഐറ്റം ഒന്ന് ഉറപ്പ് വരുത്തല്ലോ. അങ്ങനെ പറയുമ്പോൾ ഞാനത് ഒറ്റയ്ക്ക് എടുത്തിട്ട് ഞാൻ എല്ലാ ഭാഗവും വീഡിയോ എടുത്തിട്ടും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെ ഞാൻ അയക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഉറപ്പ് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു മാലയാണ്, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ കല്യാണങ്ങൾക്കായാലും സെറ്റ് മുണ്ടിനായാലും ഒക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ. ഇതൊക്കെ ഇത്തിരി വലിപ്പമുള്ള പെൻഡൻ്റാണ്. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്കറിയില്ല. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പെൻഡൻ്റാണ് കേട്ടോ. ഈ റൗണ്ടിൽ കാണുന്നതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പെൻഡൻറ്റുകളാണ്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഗ്രീനാണ്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ എടുക്കണതിൻ്റെ തെറ്റാണ് കേട്ടോ. അത് കാണുമ്പോൾ ബ്ലാക്കായിട്ട് തോന്നും, പക്ഷേ അതല്ല, ലൈറ്റിങ് ശരിയാവാണ്ടാണ്. അത് ഗ്രീനാണ് കേട്ടോ, ഡാർക്ക് ഗ്രീൻ, പാലക്കാട് ഗ്രീൻ നിങ്ങൾക്കറിയാലോ, ആ ഗ്രീനാണത് കേട്ടോ. അപ്പം അങ്ങനെ ഇതുമൊക്കെ റൂബിയുടെ സ്റ്റോൺ വരണത് കൊണ്ടാണ് ഇത്രയും ഭംഗി വരണത്. ഇത് നമ്മളുടെ വെറുതെ വട്ടമാണ്. ഇതിൻ്റെയാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ കമ്മലുകളും ഉണ്ട് നമ്മളുടെ കയ്യിൽ എന്നുള്ളത് കേട്ടോ. സ്റ്റഡ് കമ്മലുണ്ട്, പിന്നെ മോതിരമുണ്ട്. ഇപ്പം ഇങ്ങനെ വട്ടവും വരുന്നുണ്ട്, പിന്നെ ഗോപി വരുന്നുണ്ട്, മാങ്ങ വരുന്നുണ്ട്, മറ്റേ പല പാറ്റേൺ വരുന്നുണ്ട്. ഇത് നമ്മുടെ നാഗപടം. ഇത് സാധാരണ എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ കണ്ടത് കുഞ്ഞേ കുട്ടികൾക്ക് പട്ടുപാവാടയ്ക്കൊക്കെ ഇടാനാണെങ്കിൽ ഇത് നമ്മൾക്ക് ടീനേജ് കുട്ടികൾക്ക് ഇടാനുള്ളതാണ് കേട്ടോ. വലിയവർക്കായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ലക്ഷ്മിയുടെ ഇത് കണ്ടെങ്കിൽ ഇത് പാലക്കയുടെ ലോക്കറ്റായിട്ടാണ്. പാലക്ക മീൻസ് പച്ച കളറിൽ റൗണ്ടായിട്ടുള്ള ലോക്കറ്റാണ്. മറ്റേതിൻ്റെ ലോക്കറ്റ് നിങ്ങൾ സെയിം കണ്ടിട്ടുണ്ടെങ്കിലും അതുമ്പോൾ ലക്ഷ്മിയാണ്, ഈ പച്ചയില്ല, പകരം ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ടാമതൊന്ന് നോക്കിയാൽ അറിയാം. ഇതൊരു പ്രത്യേക ഭയങ്കര ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്, നല്ല രസമുള്ള ഒരു മാലയാണ്. ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ലോങ് ചെയിൻ ആക്കിയിട്ട് വേണമെങ്കിൽ ആ ബാക്കിലത്തെ ചെയിനൊന്ന് വലിയ സാധാരണ ഒരു 8 പിടിയുടെ മാല ഇട്ട് കഴിഞ്ഞാൽ ഒരു 6 പിടിയുടെ മാല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇറക്കത്തിലുള്ളൊരു മാല. ഇതൊക്കെ അങ്ങനെ നീട്ടിയിടാവുന്ന മാലകളാണ് കേട്ടോ. ഇപ്പോൾ ലോങ് ചെയിൻ പോലെ ഇടാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ, അതായത് 8 പിടിയിൽ ഇടാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം, വേണ്ട 6 പിടി മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ആ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ അന്ന് ഇടാം. ഇത് ഈ പറഞ്ഞ പോലെ ഈ കട്ടകളും നമുക്ക് കൂട്ടി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മാലയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നെക്കിൻ്റെ പോർഷനാണ് 2 വശത്ത് ഒരേ മയിലാണ്. അപ്പോൾ ഞാനതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ മയിൽ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടാണ് ഒരു ഫ്ലവറും പാലക്കയും വരുന്നത്. അത് കഴിഞ്ഞ് 3 ലെയർ. ഇത് ഈ പറഞ്ഞ പോലെ പട്ടുസാരിയുടെ മുകളിലൊക്കെ കിടക്കണ കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണവർക്ക് പറ്റിയ ഒരു ഐറ്റമാണിത്, അത്രയും ഭംഗിയുണ്ട്. ഇത് നമ്മളുടെ ലക്ഷ്മിയും പിന്നെ ഈ റൗണ്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പോൾ ഫാഷൻ വന്നിട്ടുള്ളത് ഈ റൗണ്ടാണ്. ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് മൊത്തം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വളയും കമ്മലും മോതിരവും ഒക്കെ ഉണ്ട്. അപ്പോൾ സെറ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തന്നെയാണ് ലോക്കറ്റായിട്ടുള്ള, ഇതിപ്പോൾ ലോക്കറ്റ് ഇല്ലാണ്ട് ലക്ഷ്മിയും ഇത് മാത്രമാണ്. ഇതിൻ്റെ കൂടെ ലോക്കറ്റായിട്ട് ഇതും ഈ പറഞ്ഞ പോലെ കട്ട സെപ്പറേറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ടയുടെ എണ്ണമാണ് പറയുക, 2, 4, 6, 8, 10 +10 അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പറയുക. അപ്പോൾ 10 ഒരു വശത്ത് 10 മറ്റേ വശത്ത്. ഇപ്പോൾ ഓൾറെഡി നടക്കൊരു ലോക്കറ്റ്, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഞാൻ ഇത് ഡാഡിക്കും ഡോണിനും ചിക്കൻ വറുത്തതാണ്. പിന്നെ ഞങ്ങൾക്ക് നാളേക്കുള്ള അവിയലും അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇന്നത്തൊക്കെ കൂർക്കുപ്പേരിയും ചോറും എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒതുക്കുമ്പോൾ അയ്യോ ഞാൻ എടുത്തില്ലല്ലോ എന്ന് ഓർത്തെ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഡിവൈൻ നേരത്തോടെ കുട്ടികളെയും കൊണ്ട് മുകളിലേക്ക് പോയി. അവർ 2 പേരും സുഖമായിട്ട് ഉറങ്ങി, നേരത്തോടെ ഉറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ നാളേക്കുള്ള ദോശമാവ്, നാളെ ഇഡ്ഡലിയോ, ഫസ്റ്റ് ഡേ ഇഡ്ഡലിയാണ് കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ 10 മണിയാകുമ്പോഴേക്കും ഒക്കെ എന്താ പറയുക കിടപ്പും ഒരു അനക്കില്ലാണ്ടായി. അപ്പോൾ ഇവർക്ക് ഞാൻ ഓൾറെഡി ഭക്ഷണം കൊടുത്തെങ്കിലും ഞാൻ രാത്രിയിൽ കണ്ടു, ഞാൻ മുടി വെട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയും കിടക്കണുണ്ടോ അവരുടെ മുടി. ഇനിയിപ്പോൾ നാളെ ഒന്ന് കോമ്പ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കണം. അപ്പോൾ അവനതിൻ്റെ സങ്കടം തോന്നുന്നുണ്ട്. എന്നോട് ഭയങ്കര ദേഷ്യം. അവൻ്റെ നോട്ടം കണ്ടോ, എന്തിനാ എൻ്റെ മുടി ഇങ്ങനെ ചപ്രയാക്കിയെന്ന്. ഞാൻ നോക്കിയപ്പോഴേ ഇനിയും ഇത് കട്ടയാവും, ഭയങ്കര തിക്ക് അവൻ്റെ ഹെയർ. അത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫർപ്ലസ് അങ്ങനെയോട് പറഞ്ഞിട്ടൊരു ടോണിക് ഉണ്ട്, അത് ഇവന് സ്ഥിരം കൊടുത്തിരുന്നു മുമ്പ്. അപ്പോൾ അതിൻ്റെ അതൊന്നുമില്ല, ഇവന് മാത്രം ഭയങ്കര ഹെയറാണ്. പിന്നെ ചന്തുവിന് അങ്ങനെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്.
ചിന്തുവിന് വളരെ സാധാരണയാണ്. കിയയ്ക്ക് ഭയങ്കര സുന്ദരിയാണ് അവൾ. അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ദേ അകത്ത് കയറി. അപ്പോൾ അതേ ഡിവൈൻ ഇന്ന് രാത്രിയിലേക്ക് ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴിഞ്ഞതാണ് അവിടെ കമത്തിട്ടേക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് ശനിയാഴ്ച അടുക്കും തോറും നമ്മളുടെ ഫ്രിഡ്ജ് പതുക്കെ പതുക്കെ കാലിയാവും, അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞു. ദേ നമ്മളുടെ അടുക്കളയൊക്കെ ക്ലീനായി. ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞു. ഒരു ബഹളമില്ലാത്ത ഒരു ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചൊവ്വയും വെള്ളിയും ഇങ്ങനെയാണ് ഞങ്ങളുടെ ദിവസങ്ങൾ. വളരെ എന്താ പറയുക, പച്ചക്കറി എന്തെങ്കിലും ഒക്കെ കൂട്ടി. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞവരരി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാണെന്ന് എനിക്കറിയില്ല, എന്നാലും പറ്റാവുന്ന ദിവസം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ മാതാവിനോടൊക്കെ നന്ദി പറഞ്ഞ് നമ്മളത് കിച്ചൺ ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഒരു വിശേഷവും ഇല്ല. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷമുള്ളത്. തോമുവിൻ്റെ ഡേ കെയറിലുള്ള സംഭവം കഴിഞ്ഞു. അവൻ അടുത്തൊരു സെക്ഷനിലേക്ക് കാല് വയ്ക്കണോ എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഉള്ളത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ നടയിലേക്ക് എത്തി ഞാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ. നിങ്ങൾക്കെല്ലാവരും നിങ്ങളുടെ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഭയങ്കര സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, നല്ല തിരക്കാണ്. ആരോഗ്യം ആയുസ്സും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.